വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനാണ്. ഗെറ്റ് റെഡി വിത്ത് us. എനിക്ക് തോന്നുന്നു ഗെറ്റ് റെഡി വിത്ത് മീ നമ്മൾ അധികം ചെയ്തിട്ടില്ല. ഏതെങ്കിലും വ്ലോഗിന്റെ ഇടയിൽ കുറച്ചിങ്ങനെ ഒരുങ്ങുന്നൊക്കെ ആയിരിക്കും കാണിക്കുക. പക്ഷെ അല്ലാതെ അത് മാത്രമായിട്ടൊരു വ്ലോഗ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. സോ ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടം കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് അവളിങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവള് നെയിൽ പോളിഷ് ഒക്കെ ഇട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ പിങ്ക് നെയിൽ പോളിഷ്, പിങ്ക് ഫ്ലവേഴ്സ് ഉള്ള ഡ്രസ്സ്, പിങ്ക് ഹെയർ ബാൻഡ്. ഓൾവേസ് ഗേൾസിന് പിങ്ക് എന്നൊരു മാറ്റമില്ല. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ തുടങ്ങാം. ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് മേക്കപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മളെ മുഖമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യാം. വൈപ്സ് വരട്ടെ. അപ്പൊ ഫസ്റ്റ് നമ്മള് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. എൻ്റെത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഓയിലി സ്കിന്നാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഒരു എണ്ണ വാരി ഒഴിച്ച പോലെ ഉണ്ടാവും മുഖം. അവളുടെ ബേബി ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മാളൂസ് അല്ലാത്ത പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യല്ല. പിന്നെ മേക്കപ്പ് തന്നെ അത്രയും നിർബന്ധമായിട്ട് ഏതെങ്കിലും പ്രോഗ്രാംസിന് മേക്കപ്പ് പറയുകയാണെങ്കിൽ മാത്രമാണ് മേക്കപ്പ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ബേബി പ്രോഡക്ട്സ് വെച്ചിട്ട് തന്നെ ലൈറ്റായിട്ട് ബേബി പൗഡർ, ബേബി ക്രീം, ബേബി ലിപ് ബാം അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് ഇത് നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ ഈ മോയ്സ്ചറൈസർ? ഇത് ഭയങ്കര ട്രാൻസ്പെറൻറ്റ് പോലെ. അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് കാണിക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മളൊരു കുറച്ച് എല്ലാം ഞാൻ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക്. എനിക്കിങ്ങനെ ഭയങ്കര വലിയ ധാരണയൊന്നും ഇല്ല കേട്ടോ മേക്കപ്പിനെ കുറിച്ച്. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന ഒരു രീതിയിൽ ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അത് കറക്റ്റ് നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞങ്ങളുടെ അവൾ ചെയ്യുന്ന രീതിയിൽ അവളും അതാണ് ഉദ്ദേശിച്ചത്. മാളൂസ് ഒറ്റയ്ക്കൊന്നല്ല കേട്ടോ ഒരുങ്ങാറ്, ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുക്കാറ്. അപ്പം ഇന്ന് അവൾക്ക് ഒറ്റയ്ക്ക് ഒരുങ്ങണം ഗെറ്റ് റെഡി വിത്ത് മീലെന്ന് പറഞ്ഞിട്ട് അവളിപ്പം സ്വന്തം ഒരുങ്ങുന്നതാണ് ചുമ്മാ ഒരു ആഗ്രഹത്തിന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഞങ്ങൾ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് മാളൂട്ടി സ്വന്തം ഒരുങ്ങിക്കോട്ടെ എന്ന് കരുതി. നമ്മളെ സ്കിന്നിന് മാച്ച് ചെയ്ത കളറിൽ നമ്മൾ ഇതിങ്ങനെ മുഖത്ത് വെക്കുന്നതിനൊക്കെ അതിൻ്റെതായ രീതികളുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ വെക്കുന്ന രീതിയാണിത്. ബട്ടൺസ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച ഇത് ലൈക്ക് ഒരു ഫൗണ്ടേഷൻ പോലെയൊക്കെ ഉണ്ട്. ഇത് ഫൗണ്ടേഷൻ അല്ല, ഇതൊരു മോയ്സ്ചറൈസർ ടൈപ്പ് ക്രീമാണ്. ഫൗണ്ടേഷൻ നമ്മൾ വേറെ ഇടുന്നുണ്ട്. ഫൗണ്ടേഷൻ നമ്മൾ ഇടുന്നുണ്ട്. എല്ലാം അറിഞ്ഞിട്ട് പോയി കട്ട് എന്താണെങ്കിലും കട്ട് ചെയ്യരുത്. അപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്ന ലിപ് ബാം, ഞാൻ മാത്രമല്ല മാളൂട്ടി ഞാനും കൂടെ യൂസ് ചെയ്യുന്ന ലിപ് ബാം ആണിത്. BS നാച്ചുറൽസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ചൊരു ലിപ് ബാം ആണ് കേട്ടോ ഇത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തൊരു ലിപ് ബാം ആണിത്. മാളൂട്ടി ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇപ്പോഴേ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൽ നിന്നൊക്കെ ചുണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ലിപ് ബാം ഒരുപാട് സഹായിക്കുന്നുണ്ട്. ബീട്രൂട്ട്, മഞ്ചിഷ്ട, ആൽമണ്ട് ഓയിൽ ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അറിയാതെ ഇപ്പോൾ വായിലൊക്കെ ഒന്ന് പോയാൽ പോലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ സൺ പ്രൊട്ടക്റ്റഡ് ആണ് ഈ ലിപ് ബാം. പിന്നെ പിഗ്മെൻറ്റേഷനൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ ഡാർക്ക് കളർ ലിപ്സ് ആണെങ്കിൽ നമ്മൾ ആ ഡാർക്ക് കളറൊക്കെ പതുക്കെ കുറഞ്ഞു വരും. പിന്നെ സ്മെൽ എസൻസിന് പോലും അവരൊരു കെമിക്കലും യൂസ് ചെയ്യാത്തതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഇതിന് സ്മെല്ലൊന്നുമില്ല. അതുപോലെ pH ടെസ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ലിപ് ബാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ വീട്ടിലിതെത്തും. എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ വരുന്നുള്ളൂ. സോ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, അപ്പം ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. പിങ്ക് ഹെയർ ബാൻഡ് ഫിനിഷ്. ഓക്കെ, എനിക്കും മാളൂനും നല്ല പിരികമായതുകൊണ്ട് ഒട്ടും പിരികല്ല. അതെ, അതുകൊണ്ട് ഐബ്രോ വരയ്ക്കും. ഇത് വേണ്ട? ഇത് വേണ്ട. ഓക്കെ,
അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഐബ്രോ വരയ്ക്കും. അപ്പം ഞാൻ ചില സമയത്ത് പെൻസിൽ യൂസ് ചെയ്യും, ചില സമയത്ത് പാലറ്റ് യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പാലറ്റ് യൂസ് ചെയ്യും. അമ്മ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേണ്ട, ഇന്ന് മാളൂസ് പാലറ്റ് യൂസ് ചെയ്യും, ഞാൻ പെൻസിൽ യൂസ് ചെയ്യും. പെൻസിൽ നമുക്കൊന്ന് ഷാർപ്പ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ പെൻസിൽസ്, ലിപ് ലൈനേഴ്സ് ഒക്കെ ഷാർപ്പ് ചെയ്യാനുള്ള, അങ്ങനത്തെ മാത്രം മേക്കപ്പ് പ്രോഡക്ട്സ് ഷാർപ്പ് ചെയ്യാനുള്ള ഷാർപ്പ്നറാണ് കേട്ടോ. ഞാൻ മിറർ നോക്കിയിട്ടാം, ദാറ്റ് വിൽ ബി ബെറ്റർ. ഡാർക്കായിട്ട് എന്താ അതല്ലേ പറഞ്ഞ ഞാൻ ഒരുക്കി തരാം. അപ്പം ഓൾമോസ്റ്റ് റെഡി ആയോ നോക്ക്. ഇവിടെ നല്ല ബോർഡർ ഇടേണ്ടി വരും. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ റെഡി ആയോ? സൂപ്പറായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. മൊത്തം കളമാക്കി വന്നിട്ടുണ്ട്. എനിവേ, ഇന്ന് നമുക്ക് ഒറ്റക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ചു കൊടുത്തത് കൊണ്ട് ഒന്നും പറയാനില്ല. ഇതിലും കൂടെ ഇനി ഐഷാഡോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇന്നത്തെ ആകെ വന്നിട്ടുള്ളതാ ഈ 4 കളേഴ്സ് ഐഷാഡോസേ ഉള്ളൂ. ഇതാണ് ഈ 4 കളേഴ്സ് ആണുള്ളത്. അപ്പം ഇതിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി ഞാൻ ഐലൈനർ എഴുതാൻ പോവുകയാണ്. ഞാൻ എഴുതി തരണോ? അന്ന് എഴുതിക്കോ, കൊളായാലെന്നെ പറയരുത്. ഇത് ഞാൻ വരച്ചിട്ട് തരാം. ഇത് മതി. ഇന്നൊരു കംപ്ലീറ്റ് മേക്കപ്പ്. ഇത് വേണ്ട, അത് വേണം. ഇന്നൊരു കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് ഞാൻ ഇന്ന് കണ്ണ് മുഴുവൻ എഴുതാൻ പോകണം. ആക്ച്വലി ഞാൻ കുറച്ച് ദിവസമായി കണ്ണ് എഴുതിയിട്ട്. അപ്പം ഞാൻ കണ്ണെഴുതിയിട്ട് ഇതിന്റെ മൂടി എവിടെ? ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായി കണ്ണെഴുതിയിട്ട്, അതുകൊണ്ട് കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട് സീനായി. ഇനി നമുക്ക് മസ്കാര. ഓക്കെ, അപ്പൊ നമുക്കിനി ലിപ്സ്റ്റിക് ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക് ബ്രഷ്. മമ്മ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഓൾ ഡൺ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഹൈലൈറ്റർ കൊടുക്കാം. മോയ്സ്ചറൈസർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈലൈറ്റർ ആണ് കേട്ടോ. അതുപോലെ ഫൗണ്ടേഷൻ പൗഡർ ഞാൻ മുഖത്ത് ഫുള്ളായിട്ട് അങ്ങനെ എപ്പോഴും ഇടാറില്ല. കാരണം എൻ്റെ മുഖത്ത് എനിക്ക് ഇതിടുമ്പോൾ വലിയൊരു മാച്ചായിട്ട് തോന്നുന്നില്ല. അപ്പം ഞാൻ വിയർക്കുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെ ജസ്റ്റ് നമുക്കിങ്ങനെ ഇവിടേക്ക്, അപ്പോൾ ഇത് ഓവർ ഡിപ്പ് ചെയ്യാതെ ഇങ്ങനെ വെച്ച് കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്. നാളെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഞങ്ങളെ ഫൈനൽ ലുക്ക്. കം ഓൺ. യെസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ലോഗ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബിലോ. അപ്പം ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്. അതുപോലെ FBയിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം ഈ ലിപ് ബാം ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്പർ ഞാൻ ഒന്നുകൂടെ കൊടുക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും ഈ സംഭവം. അത്ര റേറ്റ് ഒന്നും വരുന്നില്ല. അപ്പം നല്ല കെമിക്കലൊന്നും ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി. ദാറ്റ്സ് ഇറ്റ്.